ഹലോ, ഞാൻ ഇന്ന് ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് നിങ്ങൾ ധരിക്കും. അല്ല, ആരെയും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട്, ഈ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങോട്ട് ഹാലിളകും. ഈ എന്തോ കണ്ട ഇബിലീസിനെ പോലെ. ഇബിലീസൊന്നും എനിക്ക് പറയാൻ പാടില്ലല്ലോ അല്ലേ, എന്തോ കണ്ട പിശാചിനെ പോലെ. ഞാൻ ഇന്ന് എന്തിനാണ് വന്നതെന്ന് അറിയാമോ? എടാ, ഒരു മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് എല്ലാ ആൾക്കാരും വിചാരിക്കും അവരുടെ മുഖം കണ്ടിട്ടാണ്, അവരുടെ ഐഡന്റിറ്റി കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ മുടി കണ്ടിട്ടാണ്, അവരുടെ വണ്ണം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭൗതികമായ എന്തൊക്കെയോ കണ്ടിട്ട് നമ്മൾ ചില മനുഷ്യരെ വിലയിരുത്തും. അതുപോലെ ഞാനും ഒരുപാട് മനുഷ്യരെ വിലയിരുത്തി പെട്ടുപോയ ചരിത്രങ്ങൾ വരെ ഉണ്ട് കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിലും ഞാൻ വന്നിട്ട് അങ്ങനെ പെട്ടുപോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യന്, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ആണ് അല്ലേ? ഈ വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മൾ പഠിച്ച സ്കൂളുകളിൽ നിന്ന്, നമ്മൾ പഠിച്ചെടുത്ത വിദ്യാഭ്യാസങ്ങളിൽ നിന്ന്, നമ്മുടെ മതത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒക്കെ ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ഒന്നുണ്ട്. എന്താണ്? അവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. 1 കോടി രൂപ ഉണ്ട് ഒരാൾക്ക് 1 കോടി രൂപയുണ്ട്. അവൻ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നാട്ടുകാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി, നാട്ടിൽ മുഴുവൻ ഇങ്ങനെ ബഹളമുണ്ടാക്കി, രാത്രി കാലങ്ങളിൽ ചെന്ന് എല്ലാ ആൾക്കാരുടെയും വീട്ടിൻ്റെ കതക് മുട്ടി, അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന ഡോറും അടിച്ചു പൊളിച്ച്, ഫ്രണ്ടിലിട്ടിരിക്കുന്ന കാറും അടിച്ചു പൊളിച്ച്, അങ്ങനെ ഒരു പൊതുജനത്തിനെ ഭയങ്കര ശല്യം ചെയ്യുന്ന ഒരാൾ. അയാൾക്ക് 1 കോടി രൂപയുണ്ട്. നമ്മൾ ആ മനുഷ്യനെ എന്ത് ചെയ്യും? അയ്യോ, അവൻ 1 കോടി രൂപയുള്ളവനാണ്, അവൻ പോട്ട്, സാരമില്ല, അയ്യോ അവൻ പൈസക്കാരനാണ്, പോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വിടുവോ? ഇല്ല. 1 കോടി രൂപ ഉണ്ടെങ്കിലും അവനെ നമ്മൾ കുനിച്ചു നിർത്തി കൂമ്പിലടിച്ചിട്ട് വിടും. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ബഹളം ഉണ്ടാക്കി, എൻ്റെ വാഹനം തല്ലി പൊട്ടിച്ച് എൻ്റെ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരാളിനെ ഞാൻ എന്താണ് ചെയ്യുക? നല്ലോണം അങ്ങോട്ട് പട്ടാന്ന് പറഞ്ഞിട്ട് അടിക്കും. ഈ വ്യക്തി എൻ്റെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി, ഇനി ഇവന് പൈസ ഉണ്ട് അതുകൊണ്ട് ഇവനെ ഞാൻ വെറുതെ വിടണം എന്ന് ആരെങ്കിലും പറയൂ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്ന ഒരാളിനെ നമ്മൾ എന്ത് ചെയ്യും? അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. അതായത് ചില മഹതികളും മഹാന്മാരും മുമ്പ് മുതലേ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്ന് പറയുന്ന ബീൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടി ഞാൻ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ മാത്രം വിമർശിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞുകൂടെ? അവരുടെ ഭർത്താവിൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞുകൂടെ? അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ സമകാലികമായ വിഷയങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എടാ, എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചാനൽ എടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആരെയും കൊന്നു തിന്നാനൊന്നും അല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടി ശ്രമിച്ചത്. എൻ്റെ ചാനലിൽ കൂടി ഞാൻ ഒരാളിനെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല, ഒരാളുടെ കുടുംബം ഞാൻ തകർക്കുന്നില്ല, ഞാൻ ഒരു രീതിയിലും ഒരാളിനെയും വ്യക്തിഹത്യ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ചാനലിൽ കൂടി എനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ ശത്രുക്കളെ കുറിച്ച് പോലും ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് 100% ഉറപ്പുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇതല്ലാതെ ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് ഒരുപാട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പലതും പുറത്ത് പറഞ്ഞിട്ടില്ല. മുമ്പ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ഒരു ഡ്രാക്കുള എന്ന് പറഞ്ഞ ഒരു സ്ത്രീ എന്നെ ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഇവരുടെ ഭൗതികമായ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഇവരുമായിട്ട് ചങ്ങാത്തത്തിലാകുന്നത്. അതായത് ഒരു ഉമ്മയുടെ പ്രായം. ഞാൻ അവരെ വിലയിരുത്തിയത് എങ്ങനെയാണ്?
അവരൊരു ദീനിയായ സ്ത്രീയാണ്, അവരൊരു ഉമ്മയുടെ സ്ഥാനത്തുള്ള ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, വളരെ പാവമായ ഒരു സ്ത്രീയാണ് എന്നാണ് ഞാൻ വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഞാൻ പിന്നീട് കണ്ടത് എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ പോലും ശിഥിലമാക്കുന്ന തരത്തിൽ കുടുംബ ജീവിതങ്ങളെ കേവല പണത്തിന് വേണ്ടിയിട്ട് കുടുംബങ്ങളിൽ കയറിയിരുന്ന് അട്ടഹസിച്ച് അർമാദിക്കുന്ന ഒരു രാക്ഷസിയായ സ്ത്രീനെയാണ് പിന്നീട് ഞാൻ കാണുന്നത്. എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുക പോലുമില്ല. ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയാതെ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ കാരണം ഉണ്ടായി, ഞാൻ അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് നാളെ മറ്റൊരാളെ ബാധിക്കില്ലേ, മറ്റൊരാളുടെ കുടുംബജീവിതത്തിൽ ബാധിക്കില്ലേ, അവരുടെ വീടുകളിൽ കയറി പോവില്ലേ? എന്നെ നിരന്തരം ഒരു വിഭാഗം ആളുകൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രത്യേക കാരണം പറഞ്ഞുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാനിത് എത്തിക്കാതിരുന്നാലും ഈ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വന്ന ഒരാളല്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ഒരുപാട് വേദനകളും പ്രയാസങ്ങളുമുണ്ട്. എന്നെ ആദ്യമായിട്ട് സൂഫി സഫർ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് ഇത്രയധികം എന്നെ വ്യക്തിഹത്യ ചെയ്യാനും മാത്രമുള്ള എന്ത് വിഷയമാണ് ഇതിലുള്ളത് എന്ന് അന്വേഷിച്ചാണ് ഞാൻ ചെന്ന് പെട്ടത് എന്ന് പറയുന്നത്. വലിയൊരു സ്ഥലത്താണ്. ഇന്ന് വരെയും അവരെ കുറിച്ച് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കളവാണ് എന്ന് ഒരാൾക്കെങ്കിലും സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഞാനിത് വിടാം. ഞാൻ തുടക്കം മുതൽ ഇവരെ കുറിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ വാതോരാതെ അവരെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നേടിയെടുത്തത് എന്താണ് എന്ന്. എടോ, ഞാൻ ഒന്നും തന്നെ നേടാൻ വേണ്ടിയിട്ടല്ല ഈ യൂട്യൂബിൽ വന്നത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആണ്, എനിക്കതിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെയും ഒരു കളവ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ഞാൻ തുടക്കം മുതൽ എനിക്കെന്ത് നേട്ടം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ പൊതുസമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ശരിക്ക് ഒരു ഇസ്ലാമിക സമൂഹത്തിൽ പിന്നെ സദക്കയ്ക്ക് അർഹയാകുന്ന ആളുകൾ എന്ന് പറയുന്നത്, സദക്ക കൊടുക്കാൻ അർഹയായ ആളുകളുണ്ട്, അതുപോലെ സദക്ക കൊടുക്കേണ്ടുന്ന ആൾക്കാരും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. 10 പവന്റെ സ്വർണം കൈവശമുള്ള ഒരു വ്യക്തി റമദാൻ കാലത്തിൽ അവൻ ആ സ്വർണത്തിൻ്റെ 1% എത്രയോ പോയിന്റ് സദക്ക കൊടുക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. എന്നാൽ ആ അനുവദിക്കപ്പെട്ട ഒരു വ്യക്തി അതേ മുസ്ലിം സമൂഹത്തെ കബളിപ്പിക്കുകയാണ്. താൻ സദക്കയ്ക്ക് അർഹതപ്പെട്ട ഒരാളാണ്, താൻ യത്തീം മക്കളെയാണ് വളർത്തുന്നത്, താൻ ഭയങ്കര പാവം പിടിച്ച ഒരാളാണ്, തനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഞാൻ അവരെ കുറിച്ച് സംസാരിച്ചു. ചില വ്യക്തികൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് മുറുമുറുക്കുന്നുണ്ട്, ഇതിന് എവിഡൻസ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ വീഡിയോകളിൽ തന്നെ അവർ എവിഡൻസ് വെച്ചിട്ടുണ്ട്. അവർ ചില കാര്യങ്ങൾ അവർ പറയാൻ, അവർ ഭയങ്കര സ്ത്രീത്വത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിലും അവിടെ തന്നെ അവർ അവരുടെ എവിഡൻസ് വെച്ചിട്ടുണ്ട്. അതായത് ഈ വ്യക്തി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ മക്കൾ യത്തീം മക്കളാണ് എന്ന്. എന്നാൽ പിന്നീട് ഇവർ തന്നെ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മക്കളുടെ ഉപ്പമാർ ജീവിച്ചിരിക്കുകയാണ്, ഈ ഉപ്പമാർ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ചില ചർച്ചകൾ വന്നപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, മൂത്ത കുട്ടിക്ക് 5 പവനും പിന്നെ ഇളയ കുട്ടിക്ക് കോർട്ട് വഴി ചെലവിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ചെലവിന് കൊടുക്കുന്ന വീഡിയോ അടക്കം ഫോട്ടോ അടക്കം പബ്ലിക്കായിട്ടുണ്ട്. ഇത് ഒരാൾ വിമർശിച്ചത് കൊണ്ടാണല്ലോ പൊതുജനം അറിഞ്ഞത്. ഇപ്പോഴും അവര് ഒരു കഴിഞ്ഞ റമദാൻ കാലത്തിൽ പോലും താൻ സദക്കയ്ക്ക് അർഹയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എനിക്കിതൊക്കെ സദക്ക കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഇവരെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെയും അവരുടെ സ്വന്തം സ്വർണമാണെന്നും 10 പവനിൽ കൂടുതൽ സ്വർണം അവരുടെ കൈവശമുണ്ട് എന്നും ഈ ലോകം തെളിഞ്ഞു. ഈ ലോകത്ത് തെളിഞ്ഞതൊരാൾ വിമർശിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇന്നും അവർ പൊതുജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അർഹതയില്ലാത്ത വക അവർ കൈപ്പറ്റുക തന്നെ ചെയ്യും.
ഇത് അവർ കൈപ്പറ്റിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് വിഷയമെന്ന് ചോദിക്കുമ്പോൾ അറിയുന്നത് നമ്മൾ മറ്റൊരാളടുത്ത് പറയാതെ മറച്ചു വെക്കുന്നതും തെറ്റാണ്. അത് മറച്ചു വെക്കുന്നതിലൂടെ അപകടപ്പെട്ടേക്കാവുന്ന ചില കുടുംബങ്ങളുണ്ട്. ഈ ഒരാൾ സഹായം ചോദിക്കുന്ന സമയത്ത് ഈ സഹായം ചെയ്യുന്നവരൊക്കെയും തന്നെ നന്മയുള്ള മനസ്സിന്റെ ഉടമകളാണ്. ഇപ്പൊ നമ്മളോട് 100 കണക്കിന് ആൾക്കാർ വന്നിട്ട് നമ്മളോട് ചോദിക്കും, നമുക്കത് കൊടുക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ഒരു നല്ല മനസ്സുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നന്മയുള്ള മനസ്സിനെ കബളിപ്പിക്കുന്നു ഇവർ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇനി ഇതൊന്നുമല്ല, ഞാൻ ഇന്ന് നമ്മുടെ ഉത്തര മേഡത്തിന്റെ കുറച്ച് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ കണ്ണിൻ്റെയൊക്കെ ഭാഗം ഇങ്ങനെ മറച്ചു വെച്ചും കൊണ്ട് ഇവർ കുറേ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും എനിക്ക് ഉത്തര മേഡത്തിൻ്റെ അടുത്ത് എനിക്ക് യാതൊരു തരത്തിലുള്ള വൈരാഗ്യവുമില്ല. ഉത്തര മേഡം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ചാനൽ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ എൻ്റെ തുണി അഴിച്ചിട്ട വീഡിയോ ഒന്നും കാണിക്കാനല്ല ഉപയോഗിക്കുന്നത്. നല്ല വീഡിയോകൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ ധാരണ. ഇനി അതിൽ മറ്റൊരു കാര്യം പറയുന്നത്, പിന്നെ നമ്മളൊക്കെയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയൂ എന്ന്. അപ്പം ഞാൻ ഇവരുടെ വീഡിയോസ് ഇങ്ങനെ ചെക്ക് ചെയ്തു. അതിൽ ഞാൻ ഇവരുടെ കുടുംബം ഒന്നും കണ്ടില്ല, ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറയാണ്, ഉത്തര പിന്നെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൂ, ഞങ്ങളൊന്നും അറിയട്ടെ, ഉത്തരയുടെ ചാനൽ വഴി എന്തിനാണ് ഇങ്ങനെ ശവം തിന്നുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഉത്തരയ്ക്ക് ഒരു വ്യക്തിത്വമുണ്ട്. ഉത്തര അതനുസരിച്ചിട്ടാണ് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉത്തര ചാനൽ തുടങ്ങിയത്. ഉത്തരയുടെ കുടുംബകാര്യം പറയാനോ ഉത്തരയുടെ മക്കളുടെ കാര്യം പറയാനോ അല്ലെങ്കിൽ ഉത്തരയുടെ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഉത്തര ചാനൽ തുടങ്ങിയത്. അതുപോലെ ഞാനും ചാനൽ തുടങ്ങിയത് എൻ്റെ ഇഷ്ടങ്ങളെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടും എൻ്റെ അഭിപ്രായങ്ങളെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ചാനലുകൾ തുടങ്ങുന്നത്. ഞാൻ ഇന്ന് വരെയും ഇവിടെ വന്നിരുന്നിട്ട് ആരുടെയെങ്കിലും ചാനലിൽ ഇന്ന ചാനലിൽ ഇന്ന കാര്യമാണ് ഇടുന്നത്, നിങ്ങൾ അതിടാൻ പാടില്ല, നിങ്ങൾ ഞാൻ പറയുന്നത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഉത്തര? നിങ്ങൾ എന്നോട് പറഞ്ഞത് ആ ഒരു രീതിയിലാണ്. ഇതേ നിങ്ങൾ പറയുന്നില്ലേ, എൻ്റെ മക്കളുടെ വീഡിയോസ് ഇട്, എൻ്റെ കുടുംബത്തിൻ്റെ വീഡിയോസ് ഇട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്ത് പിന്നീട് നേരിട്ടതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഇനി എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചോ എൻ്റെ വ്യക്തിബന്ധത്തെക്കുറിച്ചോ ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. നിങ്ങൾ എന്നെ പർപ്പസ്ഫുള്ളി നിങ്ങൾ എന്നെ കമ്പൽ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ മറ്റ് വീഡിയോ ഇടൂ, അതായത് ഈ അഭിപ്രായം പറയുന്ന ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ നിർത്തൂ, നിങ്ങൾ മറ്റ് വീഡിയോ ഇടൂ എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ ഞാൻ എന്താണ് പറയേണ്ടത്? നമുക്കൊരു വ്യക്തിത്വം ഇല്ലേ? ഉത്തര പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ വ്യക്തിത്വം മാറ്റിയാൽ എൻ്റെ വ്യക്തിത്വത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റിയാൽ അതിൽ ഉത്തര പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നജിലയെ വിമർശിച്ചാൽ നജില നിങ്ങളെയും വിമർശിക്കും. അങ്ങനെയാണെങ്കിൽ ഉത്തര റിയാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉത്തരയെയും റിയാക്ട് ചെയ്യണ്ടേ? അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഈ നജില വന്നത് റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നജില വന്നത്. പക്ഷെ നജില പിന്നീട് റിയാക്ഷൻ ചെയ്തു. നജില റിയാക്ട് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാനാണ്. എന്നെ വെറുതെ റിയാക്ട് ചെയ്യുകയല്ല ചെയ്തത്. എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുകയും ബഹളം ഉണ്ടാക്കുകയും എൻ്റെ വ്യക്തി ജീവിതങ്ങളെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങനെ അടിച്ചു നിരത്തുകയാണ് ചെയ്തത്. ഞാൻ ആ സ്ത്രീയെ വിമർശിച്ചത് കൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. അപ്പം ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്മാറിയാൽ എൻ്റെ സഹോദരങ്ങളും എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അനുഭവിച്ച ഈ ഒരു വേദന നാളെ ഞാൻ മൗനമായി കഴിഞ്ഞാൽ നാളെ മറ്റൊരാളും ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെയാണ് ഈ ഒരു സ്ത്രീയെ ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോഴും അവർ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
എന്നെ ഭയപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒന്നും നേടാനൊന്നും പോകുന്നില്ല, ഞാൻ ഭയപ്പെടുന്ന ഒരാളുമല്ല. പിന്നെ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവരുടെ ഉള്ളിലൊരു കാര്യമുണ്ടാകും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നോട് കുറെ കിഴങ്ങന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമകാലികമായ വിഷയങ്ങൾ എടുത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യുമെന്ന്. എടാ, ഞാൻ റിയാക്ട് ചെയ്യാൻ വന്ന ആളല്ല. ഈ സമകാലികം എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണ് ഈ സമകാലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയതിന് ശേഷം, ഞാനൊരു കാര്യത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയാണ്. അതിൽ സത്യമുണ്ട് എന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ ആഴ്ന്നിറങ്ങി അത് തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഞാനത് തെളിയിക്കാൻ തയ്യാറുമാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്കിതേ അറിയാവൂ. എനിക്കറിയാവുന്ന കാര്യമല്ലേ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നെ എന്നെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചാക്രമിക്കും, സ്വാഭാവികമാണ്. അത് ഈ പറയുന്നത് പോലെ ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഈ യൂട്യൂബ് മീഡിയയിൽ ഞാൻ വന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ചില വ്യക്തികൾ പെരുമാറിയിട്ടുണ്ട്. ഇന്നും അവരുടെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ചെന്ന് ചേർന്നപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ കല്യാണ ഫോട്ടോ അടക്കം, അതുപോലെ ഞാൻ കൊണ്ടുവന്ന് ആഡ് ചെയ്ത എൻ്റെ ഐഷ നെഹയുടെ ഫോട്ടോ അടക്കം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അത് എത്തിക്സിന് നിരക്കാത്തതാണ്. ഇവരുടെ ഒന്നും തന്നെ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് ഞാൻ ഇരച്ചു കയറിയിട്ടില്ല. ഇവരുടെ സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് ഞാൻ ഇരച്ചു കയറിയിട്ടില്ല. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ആളുകളെ പോലും ആക്രമിക്കുന്ന തരത്തിൽ ഒരു സമൂഹം പാവമാണ്, യത്തീം മക്കളെ പോറ്റുന്ന ഒരു ഭയമില്ല, ഒരു പാവം പിടിച്ച ഒരു സ്ത്രീയാണ് എന്ന ഇമേജ് കൊടുത്തുകൊണ്ട് പോറ്റി വളർത്തിയിരുന്ന ഒരു സ്ത്രീ വമ്പൻ ക്രിമിനലാണ് എന്നുള്ളതാണ് ഞാൻ തെളിയിച്ചത്. അത് തെളിയിക്കുക തന്നെയാണ് ഞാൻ ചെയ്തത്. നിങ്ങളിനി എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും അവിടെ ഞാൻ മനസ്സിലാക്കിയ ആ കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോഴും ഒരു കുടുംബം തകർന്നതുപോലും നിങ്ങൾ ആരും അറിയില്ലായിരുന്നു. ഈ പറയുന്ന ഈ പാപം പിടിച്ച സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ കല്യാണം കഴിച്ചിരിക്കുന്ന അയാളുടെ വൈഫ് ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ആ രോഗാവസ്ഥയിൽ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു മഹാനാണ് അയാള്. അയാളുടെ സ്വന്തം മകനെ പോലും അയാൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് ഇന്നെന്തോ ഒരു വീഡിയോ എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്, മകന് പിറന്നാൾ സമ്മാനം കൊടുക്കുന്നതായിട്ട്. സത്യത്തിൽ ആ മകന് പിറന്നാൾ സമ്മാനമാണോ വേണ്ടത്? ആ മകന് വളരാൻ ആവശ്യമായ ഒരു അന്തരീക്ഷമാണ് ഒരു മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു കുഞ്ഞിനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, ഒരു മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു പിറന്നാൾ സമ്മാനമാണോ? ആ കുഞ്ഞിന് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അതാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുഞ്ഞിന്റെ ഉമ്മ ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ആ കുഞ്ഞിന്റെ മുന്നിലൂടെയാണ് ഈ പോക്കൃത്തരം അത്രയും കാണിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ഈ സമൂഹത്തിന് ഉതകുന്ന രീതിയിലായിരിക്കുമോ വളർന്നു വരുന്നത്? അപ്പൊ ഇതിനെക്കുറിച്ച് സമൂഹമല്ലേ സംസാരിക്കേണ്ടത്? ഒരു സമൂഹമല്ലേ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്? ഇതിവിടെ വെച്ച് ഞാൻ സംസാരിക്കാതെ പോയാലും ഇത് പിന്നെയും ആവർത്തിക്കുന്ന ഒന്നാണ്. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. അതുപോലെ ഈ കുട്ടികൾ യത്തീമാണ് എന്ന് പറഞ്ഞ് മറ്റ് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരുന്ന ഇതേ സ്ത്രീ തന്നെ പിന്നീട് വന്ന് പറയുന്നു കുഞ്ഞുങ്ങൾക്ക് വാപ്പയുണ്ട്. ഇനിയും ഉണ്ടാകും. ഇനിയും ഞാൻ വീണ്ടും പറയുന്നു, ഇനിയും ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇവർ വീണ്ടും വരും. ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വീണ്ടും വരും. എൻ്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സ്ത്രീ ജോലി എടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ മകൻ ബിഹേവിയർ ഉള്ള ഒരു മകനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ മകനെ ഇട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്ന്. അതേ സമൂഹത്തിൽ അതേ ആളുകൾ കാണെ ആ കുഞ്ഞ് എവിടെ ഇപ്പോൾ ആ കുഞ്ഞ് എവിടെ? ആരുടെ സംരക്ഷണയിലാണ് ആ കുഞ്ഞ്? ഇതൊക്കെ ഒരു ചോദ്യ ചിഹ്നമാണ്. ഇവിടെയൊക്കെയും കാണാൻ സാധിക്കുന്നത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ
ചൂഷണം ചെയ്യുന്ന ഒരു ക്രിമിനലിനെയാണ്, ഒരു ക്രിമിനലായിട്ടുള്ള ഒരു സ്ത്രീനെയാണ്. ഇനിയും ഞാൻ സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കളൊക്കെ വളർന്ന് വലുതായി വരികയല്ലേ, നിങ്ങൾ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെയും പറയും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളെ തെറ്റായി ധരിക്കും. എന്ത് തെറ്റായി ധരിക്കുമെന്ന്? ഞാൻ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ആരുടെയും വായിലല്ല ജീവിക്കുന്നത്. എൻ്റെ മക്കൾ എൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടാണ് എൻ്റെ മക്കൾ ജീവിക്കുന്നത്. എൻ്റെ മക്കൾക്ക് അറിയാനായിട്ട് സാധിക്കില്ലേ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്? ഇല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ചല്ല, തെളിവുകളോടുകൂടിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ സംസാരിച്ച ഒരു കാര്യം പോലും കളവാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞോ, നിങ്ങൾ ചെയ്തു കൊള്ളൂ. അതിനു പകരം നിങ്ങൾ എന്നെ നന്നാക്കി എൻ്റെ ചാനലിൽ കൂടി അവരുടെ വീഡിയോകൾ ഇടരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം ഒരു മനുഷ്യന് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് മറ്റൊരാളുടെ ജീവിതത്തെയോ മറ്റൊരാളുടെ സാമ്പത്തികത്തെയോ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയോ കെടുത്താത്തടുത്തോളം കാലം നമുക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരന്മാരും മുഖ്യമന്ത്രി, ഇവിടുത്തെ ജനനായകന്മാരെ പോലും വിമർശിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു കള്ളത്തിയെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു? എന്തുകൊണ്ട് ആ ഒരു സ്ത്രീയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളത് സംസാരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭയക്കുന്നത് കൊണ്ട്. അതായത് എൻ്റെ നാവിലൂടെ വരുന്നതെല്ലാം സത്യമായതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾ അവരെ പറഞ്ഞു കഴിഞ്ഞ് ഇതാണോ ഒരു സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന? എൻ്റെ മക്കൾക്ക് പോലും ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. നമ്മളെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചവർക്ക് നല്ല നല്ല ഭാഷയിൽ നമ്മൾ അതിനെ എതിരിടുക തന്നെ ചെയ്യണം. അവരുടെ ഒരു കളവിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ അവസാനം അവർ കൊണ്ടുവന്ന് നിർത്തിയത് ഈ ഒരു പോർഷനിലേക്കാണ്, ഈ ഒരു സാഹചര്യത്തിലേക്കാണ് അവർ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തിനാണ്? ചാരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ മാഫിയക്കെതിരെ ഞാൻ സംസാരിച്ചതാണ് എന്നുള്ളത് ഈ അവസാനം വരെയും അവർ തെളിയിച്ചു കഴിഞ്ഞു. ഒരു മാഫിയ സംഘത്തിനെതിരെ സംസാരിച്ചതിനാണ് ഇവർ എന്നെ ഭയപ്പെടുത്തുന്നത്. നിങ്ങളിനി എങ്ങനെയൊക്കെ പറഞ്ഞാലും മാന്യമായ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യും. ഇവരെ എന്നല്ല, എനിക്ക് തോന്നുന്ന കാര്യത്തിനെ കുറിച്ച്, എനിക്ക് 100% ഉറപ്പുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് പ്രതികരിക്കാൻ, ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് പ്രതികരിക്കുന്നത് എനിക്കതിനെ കുറിച്ച് നന്നായി അറിയാമെങ്കിൽ മാത്രമേ ഞാൻ പ്രതികരിക്കൂ. എന്ത് സമകാലിക വിഷയങ്ങൾ. അതേപോലെ മറ്റൊരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു കാര്യത്തിനെ കുറിച്ച് മറ്റൊരാൾ അഭിപ്രായം പറഞ്ഞു, ആ ആൾ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് അയാൾ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഞാനും അങ്ങ് ഏറ്റുപിടിച്ചേക്കാം. അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്.